ഗവർണർക്കും രാജ്ഭവനും കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയെങ്കിലും പോലീസ് പൂർണ്ണമായി ഒഴിവാക്കില്ല. പോലീസും CRPFും സുരക്ഷാ ചുമതല വീതിക്കും. രാജ്ഭവനിൽ ഇന്ന് ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷ CRPFിന്റെ ചുമതലയാണ്. ഒപ്പം ഗവർണർക്ക് അകമ്പടിയും പോകണം. ഗവർണറുടെ വാഹനത്തിന് മുന്നിലും പിന്നിലും അകമ്പടി വാഹനങ്ങളിലായി CRPFുകാർ ഉണ്ടാകും. രാജ്ഭവനിൽ പോലീസും CRPFും നിലയുറപ്പിക്കും. പ്രവേശന കവാടത്തിന്റെ ചുമതല പോലീസിനാണ്. എന്നാൽ രാജ്ഭവനുള്ളിലെ സുരക്ഷ CRPFിനാണ്. ഗവർണറുടെ റൂട്ട് തീരുമാനിക്കേണ്ടതും ആ റൂട്ടിൽ ക്രമീകരണം നടത്തേണ്ടതും പോലീസാണ്. CRPF അംഗങ്ങളുടെ ചെലവ് ആരാണ് വഹിക്കേണ്ടതെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിലില്ല. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്നാൽ ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോപണം. He has been overstepping the boundaries of constant regular political attacks against the government targeting the chief minister. ഇതിനിടെ കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു. ശനിയാഴ്ച അറസ്റ്റിലായ 12 പേർക്കും കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ജാമ്യം അനുവദിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.